ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസംബർ 24, കർത്താവിൻ്റെ ജനന തിരുനാളിനായി നാം ഒരുങ്ങുന്ന ഏറ്റവും അവസാനത്തെ മണിക്കൂറുകൾ. എല്ലായിടത്തും അവസാന മിനുക്കുപണികൾ നടക്കുകയാണ്. പുൽക്കൂടിൻ്റെ ഒരുക്കങ്ങളുടെ, പാതിര കുർബാനയുടെ. എന്തിനു വേണ്ടിയാണ് ഈ ഒരുക്കങ്ങളെല്ലാം? അത് കർത്താവിൻ്റെ ജനന തിരുനാളിനായി ഏറ്റവും ശ്രേഷ്ഠമായി ഒരുങ്ങുകയാണ്. ഇന്നത്തെ ഒന്നാം വായനയിൽ ദാവീദിനോട് ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യമുണ്ട്. കർത്താവ് അരുൾ ചെയ്യുന്നു, എനിക്ക് വസിക്കുവാൻ നീ ആലയം പണിയുമോ? എനിക്ക് താമസിക്കുവാൻ നീ ഒരു ഭവനം ഒരുക്കുമോ എന്ന് തന്നെയാണ്. എൻ്റെ ഹൃദയത്തിൽ കർത്താവിനൊരിടം ഞാൻ ഒരുക്കിയിട്ടുണ്ടോ? പുൽക്കൂടുകൾ ഞാൻ പണിതുയർത്തുന്നു, ദേവാലയത്തിൻ്റെ അലങ്കാരങ്ങൾ മോടി പിടിപ്പിക്കുന്നു. എന്നാൽ എൻ്റെ ഉള്ളം കൊണ്ട് ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ? എൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവിനെ സ്വീകരിക്കാനുള്ള വിശുദ്ധി ഞാൻ നേടിയിട്ടുണ്ടോ? ഒന്ന് കുമ്പസാരിക്കുവാൻ ഇന്ന ദിവസം നമ്മളെല്ലാവരെയും ക്ഷണിക്കുന്നുണ്ടല്ലോ. അപ്പോഴാണല്ലോ ശത്രുക്കളിൽ നിന്നും ദൈവം എനിക്ക് ശാന്തി നൽകുമെന്നും ദൈവം എന്നെ വളർത്തുമെന്നും എൻ്റെ പൂർവീകരോട് അവിടുന്ന് ചെയ്ത എല്ലാ വാഗ്ദാനങ്ങളും എന്നിൽ പൂർത്തീകരിക്കപ്പെടുമെന്നുള്ള വിശ്വാസമില്ല നമുക്ക് ജനിക്കുക. ദാവീദിനോട് കൊടുക്കുന്ന ഉറപ്പും അത് തന്നെയല്ലേ? നിന്റെ കുടുംബവും രാജ്യത്വവും എൻ്റെ മുൻപിൽ സ്ഥിരമായിരിക്കും, നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. ദൈവത്തിൻ്റെ മുൻപിൽ സർവ്വതും സ്ഥിരമായി നിലനിൽക്കണമെങ്കിൽ ദൈവരാജ്യത്തിന് അനുയോജ്യമായ ജീവിത വിശുദ്ധി നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. കർത്താവേ, ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കുമെന്നല്ലേ സങ്കീർത്തകൻ പറഞ്ഞു വയ്ക്കുക. കർത്താവിൻ്റെ കാരുണ്യമാണ് നമ്മൾ യാചിക്കേണ്ടത്. കർത്താവിൻ്റെ കാരുണ്യം യാചിച്ച് നമ്മുടെ തന്നെ ജീവിതത്തെ ദൈവത്തിന് പ്രീതികരമായി സമർപ്പിക്കുമ്പോഴാണ് ലൂക്കയുടെ സുവിശേഷം നമ്മളോട് പറഞ്ഞു വയ്ക്കുക, ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിച്ചുവെന്ന്. കർത്താവിൻ്റെ ജനന സമയം ആ നക്ഷത്രം ജ്ഞാനികൾ മാത്രമേ തിരിച്ചറിഞ്ഞുള്ളൂ. അതുപോലെ ആ ഒരു ഉദയരശ്മി നമ്മൾ തിരിച്ചറിയുവാൻ നമ്മൾ ജ്ഞാനികളെ പോലെ ആയിത്തീരണം. സ്നാപക യോഹന്നാനെ പറ്റിയാണല്ലോ ഇന്ന് പറഞ്ഞു വയ്ക്കുക. അല്ലയോ കുഞ്ഞെ, നീ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. അത്യുന്നതൻ്റെ പ്രവാചകൻ, ദൈവവചനം പേറുന്നവൻ, ദൈവവചനം പ്രഘോഷിക്കുന്നവൻ, കർത്താവിനെ എവിടെയും പ്രഘോഷിക്കുവാനായി ഒരുങ്ങുന്നവൻ. സ്നാപക യോഹന്നാനും നമുക്ക് നൽകുന്ന ജീവിത മാതൃക കർത്താവിന് വഴിയൊരുക്കുവിനെന്നാണല്ലോ. അപ്പോഴാണ് ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും അവിടുന്ന് നമുക്ക് പ്രകാശം നൽകുമെന്നും സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കുമെന്നും നമുക്ക് ഏറ്റുപറയാനായി പറ്റുക. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ജനന തിരുനാൾ ഒരു അനുഭവമായി തീരുവാൻ നമുക്ക് നമ്മെ തന്നെ അവിടത്തോടൊപ്പം ചേർത്ത് വയ്ക്കുവാനായിട്ട് പരിശ്രമിക്കാം. എൻ്റെ രക്ഷാശിലയും അവിടെ നിന്നാണ് എന്ന് ഞാൻ ഉച്ചത്തിൽ ഉദ്ഘോഷിക്കും എന്ന് പ്രതിവചന സങ്കീർത്തനം നമ്മൾ ഏറ്റുപറയുമ്പോൾ കർത്താവിൻ്റെ നാമം ഉയരത്തിൽ ഉയരത്തിൽ കേൾക്കപ്പെടുവാൻ നമ്മുടെ ജീവിതത്തെ തന്നെ അവിടുത്തെ മുൻപിൽ സമൃദ്ധമായി സമർപ്പിക്കാം. സമർപ്പണ മനോഭാവത്തോടുകൂടെ ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ അതേ മാർഗം നമുക്കും തിരഞ്ഞെടുക്കാം. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം എന്നിൽ പൂർത്തീകരിക്കട്ടെ. വചനം മാംസമായ ദൈവപുത്രൻ നമ്മുടെ ഉള്ളിൽ പിറക്കുവാൻ, അതേ വിശുദ്ധി കാത്തു പരിപാലിക്കുവാൻ സ്നാപക യോഹന്നാൻ്റെ ആ പ്രഘോഷണ ശൈലി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ പരിശ്രമിക്കാം. ആമീൻ.